അഭിഷേകമന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവവചനം യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 2-ാമത്തെ തിരുവെഴുത്തില് നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. വാക്കി തെറ്റാതിരുന്നാൽ അവനെ തന്നെ നിയന്ത്രിക്കുവാൻ ഇടവരും. നാവിനെ നിയന്ത്രിക്കുവാൻ നമുക്കൊക്കെ വളരെ പ്രയാസമാണ്. നമ്മുടെ വാക്കുമൂലം മറ്റുള്ളവർക്കൊക്കെ ഒത്തിരി ഇടർച്ചകളും വേദനകളൊക്കെ വരാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ടാണ് യാക്കോബ് അങ്ങനെ പറയുന്നത്, നാവിനെ നിയന്ത്രിക്കണം. നാവിനെ നിയന്ത്രിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. നാവ് ഏറ്റവും ചെറിയ ഒരു അവയവമാണ്. ബൈബിൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അതരം സംസാരിക്കുന്നത്. ഹൃദയത്തിൽ എന്താണ് നിക്ഷേപിച്ചിരിക്കുന്നത് അത് മാത്രമാണ് നമ്മുടെ അതരത്തിലൂടെ നമുക്ക് പറയുവാൻ കഴിയത്തുള്ളൂ. സങ്കീർത്തന പുസ്തകം 39-ന്റെ 1-ാമത്തെ വചനഭാഗത്ത്, നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുകയും ദുഷ്ടൻ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ വായി കടിഞ്ഞാനിട്ട് കാക്കുകയും ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇവിടെ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഞാൻ പാപം ചെയ്യാതിരിക്കാൻ എൻ്റെ വഴികൾ സൂക്ഷിക്കണം. ദുഷ്ടൻ എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ എൻ്റെ വായി കടിഞ്ഞാനിട്ട് സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ എൻ്റെ വഴിയിലും എൻ്റെ വാക്കിലും പിശാച് കയറി പ്രവർത്തിക്കാൻ ഇടവരും. കാരണം നാവിനെ കടിഞ്ഞാനിട്ട് കാക്കണമെന്ന് തീരുമാനിക്കുവാൻ നമ്മൾ തയ്യാറാകണം. നമുക്ക് കഴിയണമെങ്കിൽ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണമെന്നാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. സങ്കീർത്തനം 119-ന്റെ 11-ാമത്തെ വചനത്തിൽ, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. പാപം ചെയ്യാതിരിക്കാൻ ഒരു വഴിയേ ഉള്ളൂ, വചനം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന ദൈവവചനം നമ്മൾ ധ്യാനിക്കണം. എപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കണം. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ചു അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാനാണ്. ഹൃദയത്തിൻ്റെ സ്വരമാണ് നാവിലൂടെ വെളിപ്പെടുവാൻ ഇടവരുന്നത്. ധ്യാനിക്കുക എന്ന് വെച്ചാൽ ആഴത്തിൽ നമ്മൾ ചിന്തിക്കുക എന്നതാണ്. നമുക്ക് നമ്മെ തന്നെ കേൾക്കത്തക്ക നിലയിൽ ഉരുവിടുന്ന ഒരു ആത്മീയ അഭിഷേകം നമ്മുടെ അകത്ത് വെളിപ്പെടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കാരണം നമ്മുടെ സംഭാഷണത്തിൽ ദൈവവചനം ഉൾക്കൊള്ളണം, അല്ലെങ്കിൽ ഉൾപ്പെടുത്തണം. ദൈവവചനം നമ്മൾ ദൈവവചനത്തിലാകണം. നമ്മുടെ സംഭാഷണത്തിലും ദൈവവചനം വെളിപ്പെടണം. അതുകൊണ്ട് ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിന്റെ 6-7 വചനത്തിൽ, ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. ഒന്ന്, വചനം നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുകയും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോൾ അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. എപ്പോഴും വചനം സംസാരിക്കണമെന്നല്ലേ അതിൻ്റെ അർത്ഥം. നാവ് ചെറിയ അവയവമാണെങ്കിലും അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. നമ്മുടെ ആത്മീയതയ്ക്ക് കെടുത്തിക്കളയാൻ ഇടവരുന്നു. നമ്മൾ സ്തുതിക്കുന്ന അതേ നാവ് കൊണ്ട് തന്നെ നമ്മുടെ സഹോദരനെ നമ്മൾ ശപിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ വചനം
ദൈവത്തിൻ്റെ ആത്മസാന്നിധ്യം വെളിപ്പെടുന്നില്ല എന്നാണ് അർത്ഥം. നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്ത്, ഈ കേട്ട വചനം എന്നോടാണ് സംസാരിക്കുന്നത്, ഞാൻ ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നടക്കുമ്പോഴും ഈ വചനം എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. നമ്മളെ ഓർമ്മപ്പെടുത്തി നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ എന്ത് ചെയ്യണം? എൻ്റെ വഴികളെ സൂക്ഷിക്കണം. 2, ദുഷ്ടൻ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ വായി കടിഞ്ഞാനിട്ട് കാക്കണമെന്ന ദൈവം എന്നോട് പറയുന്നത്. നമ്മുടെ ഹൃദയം ഒരുക്കിയെന്ന് പ്രാർത്ഥിക്കാം. ഈ വചനത്തിൽ എൻ്റെ കർത്താവെ എന്നെ നടത്തണം. നിന്റെ വചനപ്രകാരം എൻ്റെ നാവിനെ നിയന്ത്രിക്കുവാൻ, വചനത്തിനൊത്തവണ്ണം നിനക്ക് പ്രസാദമുള്ള ദൈവിക വെളിപ്പാടുകളെ പകരുന്ന ശബ്ദം കർത്താവേ എപ്പോഴും ഞങ്ങളുടെ നാവിൽ വെളിപ്പെടുവാൻ കർത്താവ് ഇടയാക്കട്ടെ. ഈ വചനം എല്ലാവരുടെ ഹൃദയത്തിൽ വെളിപ്പെടുത്തുവാൻ അവിടുത്തെ ശക്തിയെ പകരണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.